ഹലോ ഗൈസ്. തുടരും എന്ന സിനിമ കണ്ടിട്ട് ഇപ്പൊ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ഏകദേശം 12:30ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാത്രി 12:30. ജോർജ് ഏട്ടൻസ് രാഗത്തിലെ സെക്കൻഡ് ഷോ ആണ് ഞാൻ കണ്ടത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലെ ലാലേട്ടന്റെ ആരാധകൻ തികച്ചും കണ്ണ് നിറഞ്ഞാണ് സീറ്റിൽ നിന്ന് എണീറ്റത്. എന്റെ കൂടെ ഇരുന്ന പലരുടെയും കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഒരു ചിത്രമാണ് തുടരും എന്ന സിനിമ. തിയേറ്ററിൽ പോയിട്ട് ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടിച്ച കുറച്ച് സിനിമകൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് അവസാനം അഭിനയത്തിന് ഞാൻ കൈയടിച്ച ഒബ്വിയസ്ലി നേര് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അതിനു മുമ്പ് മുഴുനീളെ കൈയടിച്ച ഒരു അഭിനയ പ്രാധാന്യമുള്ള ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം എന്ന സിനിമയായിരുന്നു. അതിനുശേഷം എന്റെ ഉള്ളിലെ ലാലേട്ടൻ എന്ന നടന്റെ ഫാൻ പൂർണ്ണമായി ഒരു സംതൃപ്തിയോടെ കണ്ട് പുറത്തിറങ്ങിയ ഒരു ചിത്രം തുടരും എന്ന തരുൺ മൂർത്തി എന്ന സംവിധായകൻ നമുക്ക് വേണ്ടി തന്ന ഈ സിനിമയാണ്. ഒരു സിനിമയെ നമുക്ക് പല രീതിക്ക് കാണാം, പക്ഷെ ഒരു ബുക്ക് വായിക്കുന്ന പോലെ അതിന്റെ കഥ പോകുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അങ്ങനെ ഒരു സിനിമയാണ് ഇത്. എല്ലാ മേഖലയിലും തെളിഞ്ഞ ഒരു ചിത്രം. എഡിറ്റിംഗ് ആയിക്കോട്ടെ, ജെയ്ക്സ് ബിജോയുടെ സംഗീത സംവിധാനം ആയിക്കോട്ടെ, KR സുനിലിന്റെ സ്റ്റോറി ആയിക്കോട്ടെ, തരുൺ മൂർത്തിയുടെ സംവിധാനം ആയിക്കോട്ടെ. തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവയും അതേപോലെ തന്നെ സൗദി വിളക്കയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ പോയിട്ടല്ല കണ്ടത്, OTT-യിലാണ് കണ്ടത്. വളരെയേറെ പ്രിയപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ്. തരുൺ മൂർത്തി എന്ന സംവിധായകനെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് ഇപ്പോഴെങ്കിലും മലയാളി മനസ്സിലാക്കണം. അദ്ദേഹത്തെ എത്രയേറെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. അതിനൊക്കെ ഒരു മറുപടിയാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. എമ്പുരാനിൽ നമ്മൾ കണ്ടത് മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവറാണ്. പക്ഷെ ഈ സിനിമയിൽ കണ്ടത് സതയത്തിലും ഭ്രമരത്തിലും തന്മാത്രയിലും വാനപ്രസ്ഥത്തിലും എല്ലാത്തിലും കണ്ട മോഹൻലാൽ എന്ന നടനെയാണ്. ലിറ്ററലി കരഞ്ഞുപോയി സിനിമ കണ്ടിട്ടും അതേപോലെ അദ്ദേഹത്തെ കണ്ടിട്ടും. കേരളത്തിലെ മികച്ച താരത്തിനുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. ഇനി കേരളത്തിലെ മികച്ച നടനും അദ്ദേഹം തന്നെയാണെന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വില്ലനെ നമുക്ക് അടിച്ച് കൊല്ലണം എന്ന് തോന്നിയ ഒരു സിനിമയാണ് ഈ സിനിമ. പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് മാർട്ടിൻ സാർ. അദ്ദേഹം ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പണ്ട് വോഡഫോണിന്റെ ഒക്കെ മറ്റേ പരസ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിച്ചത് ആദ്യമായിട്ടാണെന്ന് ഞാൻ സിനിമ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി എടുത്തു നോക്കിയപ്പോൾ ഫിലിമോഗ്രഫി ഇല്ല. ആദ്യമായി ചെയ്ത ചിത്രമാണ് തുടരും. അപ്പൊ അത്രയേറെ പ്രിയപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ ജെയ്ക്സ് ബിജോയുടെ സംഗീതം, എഡിറ്റിംഗ്, KR സുനിലിന്റെ സ്റ്റോറി. പിന്നെ പറയാനുള്ളത് ശോഭനയുടെ പെർഫോമൻസ് ആണ്. മോഹൻലാലിന്റെ മക്കളായിട്ട് അഭിനയിച്ച രണ്ടുപേരും. ആനന്ദത്തിലെ നടനായ പേര് എനിക്കറിയില്ല. മണിയമ്പിള്ള രാജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇർഷാദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ബിനു പപ്പു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഫർഹാൻ ഫാസിൽ, അർജുൻ അശോകനൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ഹാഫിൽ നമ്മൾ കാണുന്നത് പഴയ മോഹൻലാലിനെയാണ്. അതായത് നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തെ തന്നെ ട്രോളുന്നു, മലൈക്കോട്ടെ വലിബനെ ട്രോളുന്നു, ഒടിയനെ ട്രോളുന്നു, എല്ലാ ട്രോൾസ് ആണ് വരുന്നത് ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് മോഹൻലാൽ എന്ന പെർഫോമറിനെയാണ്, മോഹൻലാൽ എന്ന നടനെയാണ്. അത്രയേറെ മനസ്സിൽ പ്രിയപ്പെട്ട ചിത്രം. ഈ അടുത്തല്ല, മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് അഭിനയ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എല്ലാം എൻജോയ് ചെയ്ത ഏറ്റവും മികച്ച ചിത്രമാണ് തുടരും. കുമ്പളങ്ങി നൈറ്റ്സ് പോലെ ഈ ഒരു കാലഘട്ടത്തിൽ മികച്ച ചിത്രങ്ങളിലേക്ക്, മലയാള സിനിമയുടെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലേക്ക് എടുത്തു വെക്കാവുന്ന തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച, മലയാളത്തിന്റെ മോഹൻലാൽ തുടരും എന്ന് തെളിയിച്ച ഈ ചിത്രമാണ് ഞാൻ കണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.